എന്നാൽ നമ്മുടെ ജനറേഷനിലും ഇവൻ പുതിയ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാരിൽ പോലും ചെറുപ്പക്കാരിൽ പോലും ഈ പറയുന്ന ആ ഒരു സദാചാരം കാണുന്ന ആൾക്കാരുണ്ട്. നാട്ടിൽ നിന്ന് വിലയില്ല, ഇവിടെ ജോലി ഇല്ല. ഇപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറെ ഇല്ലീഗലായിട്ട് ആൾക്കാർ നിൽക്കുന്നത്. PSC എഴുതിയാൽ പോലും റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും ജോലി കിട്ടാത്ത അവസ്ഥ. ഇവൻ നമുക്ക് 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കിട്ടിയിട്ട് നമുക്ക് അതിനകത്ത് 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചാൽ പോലും നമുക്ക് നഷ്ടമില്ലല്ലോ. തത്തയെ പിടിച്ച് കൂട്ടിലിടുമ്പോൾ മറ്റു തത്തകളെല്ലാം കൂടെ കൂട്ടും കൂടി വരുമ്പോൾ വലയിട്ട് പിടിക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ എത്ര എഞ്ചിനീയേഴ്സ് ഇറങ്ങുന്നു എന്നുള്ളൊരു കേസുണ്ട്. കാര്യങ്ങൾ ഒന്ന് റീൽസും ഇവിടുത്തെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാവരും പോകും. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ പട്ടിണിയും ലോണും കാര്യങ്ങളും പ്രാരബ്ധം ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തില്ല. ഒരു എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ അതുമായിട്ടൊരു ടെക്നിക്കലി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? ഒത്തിരി പേര് ഇവിടെയും ഇട്ടിട്ട് പോകുന്നവരുണ്ട്. എനിക്കറിയുന്ന എത്ര പേര് UK ഇതിനകത്ത് കൺസൾട്ടൻസിന്റെ മാർക്കറ്റിംഗ് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമസ്കാരം, ഗ്ലോബൽ മെൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് പ്ലാൻ മേക്കേഴ്സിൻ്റെ ക്രിയേറ്റേഴ്സ് മീറ്റപ്പിന് വേണ്ടിയിട്ടാണ്. സോ ഇന്ന് നമ്മൾ ഇവിടുത്തെ ക്രിയേറ്റേഴ്സിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് മലയാളികൾ നാട് വിടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അവരുടെ ജനറൽ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെൻറ്റേനുള്ള കാണാൻ ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നാട്ടിലിപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കാത്തതിന് മെയിൻ റീസൺ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ചോയ്സ് ആണല്ലോ. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് എൻ്റെ ഒരു പേഴ്സണൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കേസ് ഫ്രീഡം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഫ്രീഡം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ നമുക്ക് ഏതൊരു പാതിരാത്രി ഇറങ്ങി നടക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ എസ്പെഷ്യലി ലേഡീസിനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളീസ് ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അവരുടെ ചോദ്യം ഓഫ് കോഴ്സ് 100% വരും. ഇനി എത്രയൊക്കെ നമ്മുടെ ജനറേഷൻ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഒന്നാമത്തെ കേസ് അത് വരും. അത് അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. പലരും നമ്മളത് കാണുന്നത് തന്നെ, പല വാട്സപ്പ് വീഡിയോസിലാണെങ്കിലും നമ്മളത് കാണുന്നത് തന്നെയാണ്. ഒരുമിച്ചിരിക്കുന്നതിനാണെങ്കിലും എല്ലാ കേസിലും നമ്മളത് കാണുന്നത് തന്നെയാണ്. സോ അത് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷരത കേരളത്തിൽ ആ സാധനം ഉണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് സദാചാരപരമായിട്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അതൊരിക്കലും ഈ പറയുന്നതിനൊക്കെ ഒരു ഓൾഡ് ജനറേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഓൾഡ് ജനറേഷനിൽ പോലും നേരെ ചുവ കാണുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നമ്മുടെ ജനറേഷനിലും ഇവൻ പുതിയ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാരിൽ പോലും ചെറുപ്പക്കാരിൽ പോലും ഈ പറയുന്ന ആ ഒരു സദാചാരം കാണുന്ന ആൾക്കാരുണ്ട്. സോ ഓഫ് കോഴ്സ് അവരുടെ സ്വാതന്ത്ര്യത്തിന് കൈകടത്താണ്ട് അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ് സ്വന്തം കാര്യം നോക്കി എൻ്റെ ഇഷ്ടത്തിന്. ഇപ്പോൾ പുള്ളിക്കാരനിപ്പോൾ എന്തെങ്കിലും മദ്യപിക്കണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനാണെങ്കിൽ എല്ലാത്തിനും ഫ്രീഡം അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. അവരുണ്ടാക്കുന്ന പൈസ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് അവർക്ക് ഈസി ആയിട്ട് അവരുടെ ലൈഫ് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി യൂറോപ്പിലോട്ടും UK ഈ പറയുന്ന US മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ഒന്നാമത്തെ കേസ് അത് തന്നെയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കണക്ക് പൊളിറ്റിക്കലി ഉണ്ടാകുന്ന ഇഷ്യൂസ്, അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ആൾക്കാർ പറയുന്ന പോലെ PSC എഴുതിയാൽ പോലും റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും ജോലി കിട്ടാത്ത അവസ്ഥ. ഇവൻ എൻ്റെ ഒരു കസിനൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനൊക്കെ 4-5 വട്ടം റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് പോലും പ്രോപ്പറായിട്ട് പുള്ളിക്കാരൻ ഇപ്പോഴും കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ വെച്ച് ഇവൻ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 5, 6, 7 കൊല്ലമായിട്ട് ജോബ് കിട്ടാണ്ട് നടക്കുന്നൊരു ഇത്. അത് ഓപ്പണായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കും. ഒരു എഞ്ചിനീയർ, ഇവൻ ഞാനൊരു BTech കഴിഞ്ഞൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ നാട്ടിൽ ഈ പറയുന്ന പോലെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ 4 വർഷം പ്രോപ്പറായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രോപ്പറായിട്ട് ആ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരു വർക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ പറയും നിനക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷർക്ക് കിട്ടുന്നതിന് അത്ര ഇത് കൊള്ളുമെന്ന്. നമ്മുടെ നാട്ടിൽ എത്ര എഞ്ചിനീയേഴ്സ് ഇറങ്ങുന്നു എന്നുള്ളൊരു കേസുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ച് ഒരു വർക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ 6,000 രൂപ ശമ്പളം. ഞാൻ ഒരു കേസ് പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു സിംഗിളായിട്ട് ഒരാൾക്ക് ഒരു ഫാമിലി ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ലും നമ്മുടെ സാധനങ്ങളും എല്ലാം കൂടെ അറ്റ്ലീസ്റ്റ് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു 30,000 വേണം എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഞാൻ കണക്ക് കൂട്ടിയത്, കാരണം നമ്മൾ ഈ പറയുന്ന കണക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഞാൻ ഓൾമോസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി എന്തായാലും റിസർച്ച് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 25 to 30K എങ്കിലും ഉണ്ടെങ്കിലാണ് നാട്ടിൽ ജീവിക്കാൻ പറ്റൂ. ഒരു എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ അതുമായിട്ടൊരു ടെക്നിക്കലി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പോലും? മാക്സിമം പോയി കഴിഞ്ഞാൽ എന്തിനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അതെ BTech കഴിഞ്ഞൊരു വ്യക്തി, ഞാൻ BTech എടുത്ത് പറയുന്നത് എനിക്കത് എക്സാക്ട്ലി എനിക്ക് അറിയാൻ പറ്റുന്നതാണ്. അത് BTech കഴിഞ്ഞ വ്യക്തി വീണ്ടും ഒരു കോഴ്സ്, ഒരു 6 months കോഴ്സ് എടുത്തതിന് ശേഷം പല മേഖലയിലോട്ട് മാറി കയറുന്നവരാണ്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ഈ പറയുന്ന കണക്ക് EdTech വന്ന 2019-18 കാലങ്ങളിൽ EdTech നമ്മുടെ ബൈജൂസ് 90+ ഉള്ള ആപ്പിൽ അവർക്ക് കൂടുതൽ സാലറീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ BTech പഠിച്ചവരാണെങ്കിലും ടെക്നിക്കലി ആണെങ്കിലും മെഡിക്കൽ പഠിച്ച ഒരുപാട് ആൾക്കാർ ആ ഒരു ഫീൽഡിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പർച്യൂണിറ്റി വൈസ് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും ഇല്ല. ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. ആ ഫ്രീഡം ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണ്ടേ? ഈ ഒരു 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നാട് വിടുന്നത്
ഭയങ്കരമായിട്ടുള്ള കേസ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് നോക്കുമ്പോൾ ഓരോ വർഷം കയറി വരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ഓൾമോസ്റ്റ് നമ്മുടെ ബാംഗ്ലൂർ, കർണാടക, കാരണം ഏറ്റവും കൂടുതൽ കൺസൾട്ടൻസീസ് നമുക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ 2018-19 കാലങ്ങളിലാണ് ഒരു 100 കൺസൾട്ടൻസി ഉണ്ടായിരുന്നത്. അതിൻ്റെ ഏകദേശം 50 ഇരട്ടി കൺസൾട്ടൻസി എക്സ്ട്രാ വന്ന് പൊങ്ങിയിട്ടുണ്ട്. കാരണം സ്റ്റുഡൻസിന് മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇതിനകത്ത് കൺസൾട്ടൻസിൻ്റെ മാർക്കറ്റിംഗ് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈവൻ ഞാൻ ഉൾപ്പെടെ എനിക്കുൾപ്പെടെ കൺസൾട്ടൻസി ഉണ്ട്. അപ്പോൾ അതൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അവർ പറയുമ്പോഴും നമ്മൾ ചോദിക്കും, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുവാണ്, ഇത്ര എമൗണ്ട് നിങ്ങൾ മുടക്കി ഫീസ് ഉൾപ്പെടെ ഇത്ര ഒരു ബേർഡനാണ് അവർ എടുത്തു വെക്കുന്നത്. എന്നിട്ട് പറയുമ്പം പോലും അവർ പറയുന്ന എനിക്കിവിടെ നിന്നതിന് ശേഷം ഞാൻ ബിടെക് എടുത്ത് മാസ്റ്റേഴ്സും എടുത്ത് അല്ലെങ്കിൽ ഞാൻ PG എടുത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കിവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് തിരിച്ച് പറയാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. കാരണം അതിനനുസരിച്ചൊരു ഓപ്ഷൻ ഗവൺമെന്റിനും കൊടുക്കാൻ പറ്റുന്നില്ല, അവരെ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഇത് ആരുടെ കേസാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെയുള്ള ഇതിനകത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ GDP ഗ്രോത്തും കാര്യങ്ങളെല്ലാം കൂടുമെന്ന് പറഞ്ഞിട്ടും ഈ പറഞ്ഞ നമുക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കണം അതിനകത്ത്. സോ ഈ 2 റീസൺസ് ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബ്രോ, ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ മലയാളികൾ എന്തുകൊണ്ട് നാട് ഉപേക്ഷിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. വളരെ പ്രസക്തമായ റെലവൻ്റ് ആയ ഒരു ചോദ്യമാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ. ബ്രോയ്ക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും. കാരണം നാട്ടിൽ നിന്ന് എല്ലാ കുട്ടികളും പുറം രാജ്യത്തേക്ക് അല്ലെങ്കിൽ UK എന്ന് മാത്രമല്ല എല്ലാ കൺട്രിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ അവർ പഠിക്കുന്ന കോഴ്സിന് അല്ലെങ്കിൽ പഠിക്കുന്ന ഫീൽഡിനനുസരിച്ച് നല്ല പ്രോപ്പറായിട്ട് ജോലി കൊടുക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല അവർ നാട്ടിൽ നിന്ന് വിലയില്ല. ഇനി ഈവൻ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ 2-3 ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊട്ടാരക്കര ലൈവ്, മലയാളി ന്യൂസ്, പ്രൈം കേരള, അങ്ങനെ 2-3 ചാനലായിട്ട് നിന്ന് ഏകദേശം 2 ലക്ഷം രൂപയോളം മാസം ഏൺ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ഒരു ഏണിങ്സിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയും വരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് UK ഞാൻ മൂവ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ റീസണേ ഉള്ളൂ, നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ എല്ലാവരും കാണും, പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല. നമ്മളെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം എല്ലാ മലയാളികൾക്കും എല്ലാ ആളുകൾക്കും UK നാട്ടിലുള്ളവർക്ക് ഫേസ് ചെയ്യുന്നൊരിതാണ്. പിന്നെ നമുക്ക് നാട്ടിൽ ജോലി ചെയ്താൽ പോലും നല്ല അതിനനുസരിച്ചുള്ള സാലറി ഇല്ല. ഇനി ഏത് ഫീൽഡാണെങ്കിലും, ഞാൻ അഡ്വർടൈസിങ് ഫീൽഡിലാണ്, ഞാൻ ലോജിസ്റ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എങ്ങും നമുക്ക് നമ്മുടേതായ പഠിത്തത്തിനനുസരിച്ചുള്ള അതിനുള്ള ശമ്പളം കിട്ടത്തില്ല. അതായത് കൂടി പോയാൽ നമുക്കൊരു 25,000-30,000 രൂപ മാക്സിമം നമുക്ക് നാട്ടിൽ കിട്ടത്തുള്ളൂ. പക്ഷെ അതിനെ അപേക്ഷിച്ച് നമ്മളിവിടെ വരുമ്പോൾ ഇപ്പം എല്ലാവരും UK കുറ്റം പറയുന്നുണ്ട്, എന്തുവാ നമ്മളിവിടെ ടാക്സ് കൊടുക്കാനാണ്, പക്ഷേ അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡിന് അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങൾക്ക് എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, ഇവിടെ അതനുസരിച്ച് നമുക്ക് ശമ്പളം തരുന്നുണ്ട്. അതായത് 10,000 തന്നിട്ടല്ല നമ്മൾ അതിനകത്ത് നിന്ന് 9,000 രൂപയുടെ സാധനം മേടിക്കുന്നത്. നമുക്ക് 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കിട്ടിയിട്ട് നമുക്ക് അതിനകത്ത് 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അല്ല പോയിട്ട് 1 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചാൽ പോലും നമുക്ക് നഷ്ടമില്ലല്ലോ. നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യല്ലേ, നമ്മുടെ ഫാമിലിയായിട്ട് നമുക്ക് സമയം കിട്ടുന്നുണ്ട്, നമുക്ക് വേറെ ഒരു കാര്യങ്ങളിൽ ഇടപെടണ്ട, നമുക്ക് നമ്മുടെ കുടുംബത്തെ മാക്സിമം നമുക്ക് ഫോക്കസ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അതൊരു മെയിൻ ഒരു കാര്യമാണ്. ഒരു ഫ്രീഡം അതിനകത്തൊരു ഫാക്ടറാണ്. ഭയങ്കര ഒരു കാര്യമാണ് ഫ്രീഡം. നമുക്ക് നമ്മുടേതായ രീതിയിൽ എവിടെ വേണമെങ്കിലും പോവാം, ട്രാവൽ ചെയ്യാം, താമസിക്കാം, അല്ലെങ്കിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഫുഡിനെ മിസ് ചെയ്യുന്നില്ല ഇവിടെ. കാരണം ഇവിടെ ഇഷ്ടംപോലെ മലയാളി ഫുഡ്സ് ഉണ്ട്, സാധനവും കിട്ടും, എല്ലാ ഫുഡും നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക്. തീർച്ചയായിട്ടും 100% ഹാപ്പിയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ നാട് മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് നാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാഹനം നമ്മൾ മിസ് ചെയ്യും, നമ്മുടെ വീട് മിസ് ചെയ്യും, നമ്മുടെ ഫാമിലി മിസ് ചെയ്യും. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യുമ്പോൾ, പക്ഷേ അത് UK ഇപ്പോൾ പ്രവാസികളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ, നിങ്ങൾ വർഷത്തിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നാടുമായിട്ട് ഒരു കണക്ഷൻ, അതായത് പോയി നാട്ടിൽ എല്ലാവരെയും കണ്ട് അവരുമായിട്ട് എപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. ഫ്രണ്ട്സ് ആയാലും എല്ലാവരുമായിട്ടും. UK വന്നതുകൊണ്ട് എല്ലാം നേടിയെന്നല്ല, അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോയതുകൊണ്ട് എല്ലാം നേടിയെന്നല്ല, നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ലൈഫ് സക്സസ്സിൽ എത്താൻ പറ്റും. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ മലയാളികൾ പൊതുവെ എന്തുകൊണ്ടാണ് നാട് വിടുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ UK യിലാണല്ലോ, അതുപോലെ എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് മലയാളികൾ ആഗ്രഹിക്കുന്നത്? ഓക്കെ, മലയാളികൾ മാത്രമല്ല പല ആൾക്കാരും നാട് വിടുന്നുണ്ട്. പലരും നാട്ടിൽ പറയുന്നുണ്ട് അയ്യോ അവനോടൊപ്പം രക്ഷപ്പെടത്തില്ലായിരുന്നൊക്കെ. പക്ഷേ കൂടുതൽ ആൾക്കാർ പല രീതിയിലായിരിക്കും വരുന്നത്. ഒന്നാമത്തെ കാര്യം പ്രാരാബ്ദം, പട്ടിണി ഒക്കെ. അതിപ്പം UK യിലേക്ക് മാത്രമല്ല, ന്യൂജൻ പിള്ളേരൊക്കെ UK യിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് റീൽസും ഇവിടുത്തെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാവരും പോകും. ഇപ്പോൾ ഞാനാണെങ്കിലും
എൻ്റെ പട്ടിണിയും ലോണും കാര്യങ്ങളും പ്രാരബ്ധം ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തില്ല. നല്ല നല്ല ഉടുപ്പിടുന്നതും നല്ല സ്ഥലങ്ങൾ കറങ്ങാൻ പോകുന്നത് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇല്ല തത്തയെ പിടിച്ച് കൂട്ടിലിടുമ്പോൾ മറ്റ് തത്തകളെല്ലാം കൂട്ടും കൂട്ടി വരുമ്പോൾ വലയിട്ട് പിടിക്കുന്ന പോലെ. അപ്പോൾ ആക്കി എല്ലാവരെയും എന്നിട്ട് ചുമ്മാ ഒരു ഏജൻസി പോയി എൻക്വയറിക്കായിട്ട് പോകും. അന്നേരം ഏജൻസിക്കാർ നല്ല മോഹന വാഗ്ദാനമൊക്കെ, നീ അങ്ങോട്ട് ചെന്നിറങ്ങുമ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, നിനക്ക് ഭയങ്കര ശമ്പളമുണ്ട്, മിനിമം എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കട വരുമ്പോൾ കച്ചവടം വരുന്നത്, ഒരു സ്ഥലത്ത് 10 കട വരുമ്പോഴത്തേക്ക് കോമൺലി കച്ചവടം കുറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ഇല്ല, ഇപ്പോൾ ജോലി ഇല്ലാത്ത അവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറേ ഇല്ലീഗലായിട്ട് ആൾക്കാർ നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് നാട് വിടണം എന്നൊരു തോന്നുന്നു? ഓഫ് കോഴ്സ് ഒന്ന് പ്രശ്നം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ചൂട്, വെയിൽ, പുക അങ്ങനെയുള്ള പ്രശ്നം. ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല വൈബ് കാലാവസ്ഥയാണ്, സമ്മറാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ കേസ് നല്ല ശമ്പളമുണ്ട്. ഇപ്പം എനിക്കൊരു ഐഫോൺ മേടിക്കണം, ഞാൻ ഇച്ചിരി ഒന്ന് ജോലി ചെയ്താൽ ഒരു മാസം നമുക്ക് ഐഫോൺ അത് പറ്റത്തില്ല. അവർക്ക് ലോൺ മസ്റ്റായിട്ട് ലോൺ തന്നെ എടുക്കണം. ഞാൻ അപ്പം നാട്ടിൽ ജോലി ചെയ്യാനെങ്കിൽ എനിക്ക് ചിലപ്പോൾ അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ അതൊരു കാരണം, അഫോർഡബിലിറ്റിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലിയിൽ മാറി കയറാം. ഇപ്പം എനിക്കിവിടെ ഒരു ജോലിയും വേണ്ടാന്ന് വെച്ചാൽ ഞാൻ റിസൈൻ ലെറ്റർ എഴുതി കൊടുത്താൽ ഒരു മാസം ടൈം പീരീഡ് കഴിഞ്ഞ് എനിക്ക് ഇറങ്ങിപ്പോകും. പക്ഷെ നാട്ടിൽ അത് പറ്റത്തില്ല, നമ്മൾ ജോലി കിട്ടാൻ അത്ര പാടാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യമാണ്. ഒത്തിരി പേര് ഇവിടെയും ഇട്ടിട്ട് പോകുന്നവരുണ്ട്. എനിക്കറിയുന്ന എത്ര പേര് UK ക്ലൈമറ്റ് കൊണ്ട് ഇട്ടിട്ട് പോയവരുണ്ട്. നാട്ടിൽ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ഇവിടെ പറ്റാത്തവരുണ്ട്. ഇപ്പം നല്ല പ്രൊഫഷണൽ ജോലി നിൽക്കുന്ന മക്കളൊക്കെ, അതായത് അവരുടെ അച്ഛനമ്മയും നല്ല പ്രൊഫഷണൽ ജോലി നിൽക്കുന്നവരുടെ മക്കളൊക്കെ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പം അവരിവിടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പാർട്ട് ടൈം ജോലികളോ അല്ലെങ്കിൽ പിന്നെ ഷെയറിങ്ങിൽ താമസിക്കാൻ പറ്റുന്നില്ല. അതായത് എങ്ങനെയുള്ളവർക്ക് ഇവിടെ പറ്റുമെന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ പഠിത്തം, ഒരാളോട് ചമ്മലില്ലാതെ നേരിട്ട് സംസാരിക്കുക, 3 എന്ത് ജോലി ചെയ്യാനുള്ള കഴിവ്. ഞാൻ ഇന്ന ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു ജോലി നിന്നുകൊണ്ട് തന്നെ അടുത്ത ജോലി ട്രൈ ചെയ്യുക. അതുവരെ അല്ലെങ്കിൽ എനിക്ക് ആ ജോലി വേണമെന്ന് പലരും നിന്നിട്ട് പേരൻസിൻ്റെ പൈസ മേടിച്ചിട്ട് ഇവിടെ അഫോർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടെ പറ്റത്തില്ല.